വെൽക്കം ടു കരിയർ മേക്കേഴ്സ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വുമൻ റിസർവേഷൻ ബിൽ 2023 പറ്റിയിട്ടാണ്. 2023 വുമൻ റിസർവേഷൻ ബിൽ അവതരിപ്പിക്കുന്നത് അർജുൻ റാം മേഘ്വാൾ എന്ന അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു. 2023 സെപ്റ്റംബർ 19 ലോകസഭയിൽ 128ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലായിട്ടായിരുന്നു ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 20 ലോകസഭയിൽ ഇതിന് അംഗീകാരം ലഭിച്ചു. സെപ്റ്റംബർ 21 രാജ്യസഭയിലും അംഗീകാരം ലഭിച്ചു. സെപ്റ്റംബർ 28 പ്രസിഡന്റിന്റെ ഒപ്പോടുകൂടി 106ാം ഭരണഘടനാ ഭേദഗതിയായി വുമൻ റിസർവേഷൻ ബില്ല് നിലവിൽ വരികയാണ് ചെയ്തത്. ഇത് നമ്മുടെ അനുച്ഛേദങ്ങൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 330 പറയുന്നത് ലോകസഭയിലെ SC/ST റിസർവേഷനെ പറ്റിയിട്ടാണ്. എന്നാൽ ആർട്ടിക്കിൾ 332 പറയുന്നത് സംസ്ഥാന നിയമസഭകളിലെ SC/ST റിസർവേഷനെ പറ്റിയിട്ടാണ്. ഭരണഘടനാ ഭേദഗതി 106 നിലവിൽ വരുന്നതോടുകൂടി ആർട്ടിക്കിൾ 330A എന്നും ആർട്ടിക്കിൾ 332A എന്നും രണ്ട് ഭേദഗതികൾ വീണ്ടും നിലവിൽ വരുന്നു. ഇതിൽ 330 ലോകസഭയിലെ വുമൻ റിസർവേഷൻ ഉറപ്പുവരുത്തുകയും 332 സംസ്ഥാന നിയമസഭകളിലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ വുമൻ റിസർവേഷൻ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ആർട്ടിക്കിൾ 239A ക്ലോസ് 2BA എന്നത് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ഡൽഹിയിലെ വുമൻ റിസർവേഷനെ പറ്റിയിട്ട് സംസാരിക്കുന്നതാണ്. ഡൽഹിയിലെ വുമൻ റിസർവേഷൻ ഈ നിയമം നിലവിൽ വരുന്നതോടുകൂടി ഉറപ്പുവരുത്തുകയാണ് ചെയ്തത്. ഇത്രയും നിയമങ്ങൾ എപ്പോഴാണ് നിലവിൽ വരുന്നതെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 334 ക്ലോസ് A. ആർട്ടിക്കിൾ 334 ക്ലോസ് A പ്രകാരം ഡീലിമിറ്റേഷന് ശേഷമായിരിക്കും വുമൻ റിസർവേഷൻ ബിൽ 333A, 332A, 243 ക്ലോസ് 2BA എന്നിവയെല്ലാം നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ നിയമനിർമ്മാണം നിലവിൽ വന്നതിന് ശേഷം 15 വർഷമായിരിക്കും ഈ റിസർവേഷൻ നിലനിൽക്കുന്നതെന്നും ഇതിൻ്റെ അകത്ത് ഒരു ക്ലോസ് ഉണ്ട്. താങ്ക്